കാര്യങ്ങൾ പറയുന്നത് ആർക്കും വിഷമം തോന്നുന്നത്. അതായത് ഈ ഗെയിം എഡിഷൻ എന്ന് പറയുമ്പോൾ നമ്മള് പിന്നെ പല ഗെയിമുകളും കളിക്കാറുണ്ട്. ഈ ഗെയിമിന് കുട്ടികളൊന്ന് ശ്രദ്ധിക്കണം, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ശ്രദ്ധിക്കണം. അതായത് ഗെയിം എഡിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങള് ഈ ഗെയിം കളിക്കാറില്ലേ? ഗെയിം കളിക്കുന്നു. അതിൽ ആ ഗെയിമിൽ എന്താണ് നമ്മുടെ ചിന്തയെ പോലും മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഗെയിമുകളുണ്ട്. നമ്മളുടെ വിദ്യാഭ്യാസം ഇല്ലാതാക്കുന്ന പോലെയുള്ള ഗെയിമുകളുണ്ട്. ആ ഗെയിമുകളിൽ പലപ്പോഴും പല കുട്ടികളും കളിക്കുന്നതായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈ ഷൂട്ട് ഫെയർ ചെയ്യുന്ന ഗെയിം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫെയർ ചെയ്ത് ആ ഫെയർ ചെയ്തുകൊണ്ട് മറ്റവന് മരിച്ചു വീഴുമ്പോൾ സന്തോഷിക്കുകയാണ്. ഇവരൊരു ടീമായിട്ട് കളിക്കുകയാണ്. മറ്റവരെ കുത്തും അടിക്കുക അങ്ങനെ ഫെയർ ചെയ്യുക. അങ്ങനെ വീഴുന്ന സമയത്ത് ഇവർ സന്തോഷം കണ്ടെത്തുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഉപബോധ മനസ്സുണ്ട്. ഉപബോധ മനസ്സ് അറിയില്ലേ? ഉപബോധ മനസ്സ് എന്ത് ശേഖരിച്ചു വെക്കുന്നു? ഒരാളെ കൊല്ലുന്നതും ഒരാളെ അടിക്കുന്നതും മറ്റൊരാളെ വിഷമിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്തുന്നു എന്ന രീതിയിൽ നമ്മുടെ ഉപബോധ മനസ്സ് അത് ഫീഡ് ചെയ്ത് വെക്കുകയാണ്. അത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് പിന്നീട് നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാല് നമുക്ക് ഒരു വിഷമവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയായും മക്കളെ, അങ്ങനെ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ ആ ഗെയിം ഇപ്പൊ തന്നെ ഒഴിവാക്കണം. അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ട ഗെയിമുകളാണ്. കാരണം അതൊക്കെ വരും നാളുകളിൽ വലിയ ചർച്ചാ വിഷയമായി മാറുന്ന ഗെയിമുകളാണ്.